ഹായ് കൂട്ടുകാരെ, കുറേ കാലമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു വർക്കാണ് കേട്ടോ ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി പോണത്. അതിനുവേണ്ടി നമുക്കൊരു പാത്രത്തിൻ്റെ അടപ്പ് വേണം. അപ്പോൾ എനിക്കൊരു പെയിൻറ്റിൻ്റെ അടപ്പാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗ്യാപ്പ് പോലെ കാണുന്ന ഭാഗം നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലേ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തും കൂടി കൊടുക്കാം. ഇനി നമുക്കതിനൊരു ടെക്സ്ചർ മേക്ക് ചെയ്ത് കൊടുക്കണം. ഒരു കുളത്തിൻ്റെ കര പോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കതിന് കുറച്ച് ഭാഗം പുല്ല് പിടിച്ച് നിൽക്കുന്ന പോലെയും പിന്നെ ബാക്കിയുള്ള ഭാഗം കല്ലും മണ്ണും ഒക്കെ നിൽക്കുന്ന പോലെയും നമുക്കൊന്ന് ടെക്സ്ചർ ഇതുപോലെ ഒന്ന് മേക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കൊരു വഞ്ചി ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം കാണുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. ഒരു ആമ്പൽപ്പാടം നിറഞ്ഞു നിൽക്കുന്ന അതിന് നടുക്കൂടെ വഞ്ചിയൊക്കെ പോകുന്ന രീതിയിൽ നമ്മൾ ഒരുപാട് വർക്കുകൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അത് കാണുമ്പോഴൊക്കെ ഞാൻ എപ്പോഴെങ്കിലും അതൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് അതിനുള്ള ടൈമായത്. അപ്പോൾ നമ്മൾ കുറച്ച് ആമ്പലിൻ്റെ ഇല ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആമ്പലും ചെറുതായിട്ടൊന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബേസ് കളറായിട്ട് ഗ്രീൻ ആണ് കൊടുക്കുന്നത്. ഗ്രീൻ ഒരു ഡാർക്ക് ഗ്രീൻ ആണ് കൊടുക്കണത്. അപ്പോൾ ആദ്യം ഗ്രീൻ കൊടുത്തിട്ട് നമ്മൾ അതിനെ ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ബ്ലാക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു പുല്ലിൻ്റെ ഭാഗം ലൈറ്റ് ഗ്രീൻ ആയിട്ട് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള ഭാഗം നമുക്കൊരു തവിട്ട് ഷെയ്ഡ് കൊടുക്കാം. ആ ഒരു കല്ലിൻ്റെ മണ്ണിൻ്റെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതേ അങ്ങനെ നമ്മുടെ വർക്കിൻ്റെ ബേസ് നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വഞ്ചിക്ക് കളർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ആമ്പലിൻ്റെ ഇലയ്ക്കും പൂവിനും ഒക്കെ നമുക്ക് കളർ ചെയ്ത് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബേസിലൊരു വെള്ളത്തിൻ്റെ ടെക്സ്ചർ കിട്ടാൻ വേണ്ടി ഞാനിവിടെ വാക്സ് ആണ് എടുത്തത്. വാക്സിൽ കുറച്ച് ഗ്രീൻ കളറും കൂടി മിക്സ് ചെയ്തു. പക്ഷേ അത് അത്രയ്ക്ക് അങ്ങോട്ട് മെൽറ്റ് ആയില്ല. എന്നാലും സാരമില്ല, ആ ഒരു ഗ്രീൻ കളർ ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് വഞ്ചിയും പിന്നെ നമ്മുടെ ആ ഒരു ഇലയും പൂവും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ വെക്കുന്നതിന് മുന്നേ തന്നെ വാക്സൊക്കെ നന്നായിട്ട് ഉണങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്ക് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.